ചപ്പാത്തിയും അതിനൊരു കറിയും ഒക്കെ ഉണ്ടാക്കി ബോറടിക്കുമ്പോൾ ഇതുപോലൊരു പറാട്ട ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഗോബി പറാട്ടയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫില്ലിംഗ് ആണ് ഇതിനുള്ളിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം. ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ ഇതളുകളായിട്ടൊന്ന് അടർത്തിയെടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നല്ല ചൂട് വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ അടുപ്പിൽ വെക്കുന്നില്ല, നല്ല തിളച്ച വെള്ളമാണ്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോളിഫ്ലവർ പീസസ് ഇട്ട് കൊടുക്കാം. അത്ര ഈവനായിട്ടൊന്നും അല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ഒരുവിധം വലിയ ഫ്ലോററ്റ്സ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കോളിഫ്ലവർ ഇപ്പോൾ നല്ലപോലെ കുക്കൊന്നും ആവേണ്ട ആവശ്യമില്ല. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ചൂടൊന്ന് ആറിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു ചോപ്പറോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ബൗളിലോ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. കോളിഫ്ലവറിൻ്റെ ചൂടൊന്ന് ആറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മസാല റെഡിയാക്കാം. ഞാനൊരു പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ചൂടാകുമ്പോൾ 2 മീഡിയം സൈസ് സവാള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റഫിംഗ് ഒക്കെ പുറത്ത് വരും. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇഞ്ചി ചേർത്തിട്ടില്ല, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഓരോരുത്തർക്കും ആവശ്യമുള്ള ടേസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ. അല്പം മഞ്ഞൾപ്പൊടി നേരത്തെ കോളിഫ്ലവർ കുക്ക് ചെയ്തപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും. ഇത് ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ്, അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ വേണ്ടത് ആംചൂറാണ്, ഡ്രൈ മാംഗോ പൗഡർ. ആംചൂർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഗോബി പറാട്ടയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. തനതായ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിലിട്ട് മാത്രം മിക്സ് ചെയ്താൽ മതി. ഇതാ കോളിഫ്ലവർ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ തന്നെ പൊടിച്ചതാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. അതുകൂടി നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവറിന് പകരം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചേർത്താൽ ആലു പൊറാട്ടയായി. രണ്ടും നല്ല ടേസ്റ്റി തന്നെയാണ്. ഏതായാലും അടുത്ത തവണ കോളിഫ്ലവർ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തു നോക്കൂ. വളരെ ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. ഇതൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ്. ഞാനൊരല്പം വെള്ളം കുടഞ്ഞ് ഒന്ന് അടച്ചു വെക്കാൻ പോകുന്നു. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ആ വെള്ളം വറ്റുന്നത് വരെ. കോളിഫ്ലവർ ഇപ്പോൾ ഒരു ഹാഫ് കുക്ക്ഡ് സ്റ്റേജിലാണ്. ഇത് മുഴുവനായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് ഫില്ലിംഗ് റെഡി. ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. ചപ്പാത്തിക്ക് ഞാൻ നേരത്തെ മാവ് കുഴച്ച് വെച്ചിരുന്നു. 3 കപ്പ് ആട്ടയാണ് സാധാരണ പച്ചവെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതങ്ങ് കുഴച്ച് വെക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടി വെക്കാം. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരല്പം വലുപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. ഇത് ഉരുട്ടി വന്നപ്പോൾ 11 ബോൾസ് ഉണ്ട്. ഇതൊരു ഹെവി ഐറ്റം ആയതുകൊണ്ട് 1-2 ഒക്കെ മാക്സിമം ഒരാൾക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്താൻ ആവശ്യമായ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പൂരിയുടെ വലിപ്പത്തിലൊന്ന് പൊടി കൂട്ടി പരത്തിയെടുക്കുക. അതിനുള്ളിൽ വേണം നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ. 1-1.5 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് പിരിച്ചെടുത്താൽ എക്സസ് ഉള്ള മാവ് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഓരോന്നും ചെയ്തു വരുമ്പോൾ എക്സസ് ആയിട്ട് കുറച്ച് മാവ് കിട്ടും. ആ മാവിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ പറാട്ടാസ് ഉണ്ടാക്കാൻ സാധിക്കും.
ഇങ്ങനെയെല്ലാം ആദ്യം റെഡിയാക്കി വെക്കുക, അതിനുശേഷം പരത്തിയെടുത്താൽ മതി. ഓരോ ബോൾസിൽ നിന്നും എക്സസ് വരുന്ന മാവ് കൂടി ചേർക്കുമ്പോൾ നമുക്ക് 13 ബോൾസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ചെറുതായിട്ടൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഒരുപാട് തിന്നാക്കണ്ട, ആവശ്യത്തിന് പൊടി കൂട്ടി അല്പം കട്ടിയിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. കട്ടി കൂടിയെന്ന് വെച്ചിട്ട് ഹാർഡായി പോകുമൊന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിരിക്കും. എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടിഫിൻ ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാനൊക്കെ ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. തൈരും ഒരു മാങ്ങ അച്ചാറും, അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നമുക്കിതുപോലെ ഓരോന്നും പരത്തിയെടുക്കാം. സ്റ്റഫിങ് പുറത്ത് വരാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഇങ്ങനെ പരത്തിയ ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ചുട്ടെടുക്കാൻ നിൽക്കണ്ട, ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് കുക്കാവാനായിട്ട് സാധാരണ ചപ്പാത്തിയേക്കാൾ സമയം എടുക്കുന്നത് കൊണ്ട് നമുക്ക് പരത്തലും ചുടലും ഒക്കെ ഒപ്പം തന്നെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വലുപ്പത്തിലൊക്കെ ചെയ്താൽ മതി. ഇനി കൂടുതൽ വലുപ്പം കൂട്ടിയാൽ ഇതിൻ്റെ സ്റ്റഫിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ പാനിലേക്കിട്ട് ചുട്ടെടുക്കാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് അല്പം ബട്ടറോ നെയ്യോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബട്ടർ ആദ്യമേ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോബി പറാട്ട കുറച്ചുകൂടി ടേസ്റ്റിയുമാവും നല്ല സോഫ്റ്റുമായിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിടുമ്പോഴും നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യായാലും മതി. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പാച്ചസ് വരുന്നത് വരെ ചുട്ടെടുക്കുക. മാവിന് കട്ടി കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. വേണമെങ്കിൽ 2 പാൻ 2 അടുപ്പിൽ വെച്ചിട്ട് ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വെക്കാം. അപ്പോഴേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് എല്ലാ പൊറാട്ടാസും ചുട്ടെടുക്കാം. എങ്ങനെയുണ്ട്? നല്ലൊരു റെസിപ്പി അല്ലേ? ഞാൻ 2 പാൻ ഉപയോഗിച്ച് ഒരുമിച്ച് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പരത്തലും നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി പറാട്ടാസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയുടെ ഫീഡ്ബാക്കും ഉണ്ടാക്കിയ ശേഷമുള്ള ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.